ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ്. കഥ ഷഹനായി പാർട്ട് 8. അവതരണം ഷെറിനോഷ. ഷഹനായി ഉമ്മയെ അന്വേഷിക്കുന്ന ബഹളം കേട്ട് ഷാഫിയും എഴുന്നേറ്റു. അവനും ആമിനയെ തിരയാൻ തുടങ്ങി. അകത്ത് റൂമിലെ ടേബിളിൽ ഒരു തുണ്ട് കടലാസിരിക്കുന്നത് ഷാഫിയാണ് കണ്ടത്. അവൻ അതെടുത്തു. അതിലൊപ്പിച്ചെഴുതിയ മലയാളം വാക്കുകൾ അവൻ കൂട്ടി വായിച്ചു. ഷാഹി, നിനക്ക് വേണ്ടിയാണ് മോളെ ഞാൻ ഇക്കാലമത്രയും ജീവിച്ചത്. നിന്റെ ഉപ്പാൻ്റെ കൂടെ 1 വർഷം പോലും തികച്ചും ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും എൻ്റെ ജീവിതം ഇന്നുവരെ മാന്യമായിട്ടാണ് ഞാൻ ജീവിച്ചത്. ഒരാളെ കൊണ്ടും തെറ്റായ ഒരക്ഷരം പോലും പറയിപ്പിക്കാൻ ഒരവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഒരു നിമിഷം കൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ലോകത്തിനു മുൻപിൽ എന്നെയും നീ കുറ്റക്കാരിയാക്കി. എൻ്റെ വളർത്തുദോഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ആളുകൾ പറഞ്ഞു. കാശുള്ള വീട്ടിലെ ആൺമക്കളെ വലയിലാക്കാൻ നിന്നെ പഠിപ്പിച്ചത് ഞാനാണെന്ന് ഹാജിയാർ പറഞ്ഞു. ഇനി ഒരു നിമിഷം പോലും ഇവിടെ ഈ പഴികൾ കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്കാവില്ല. ഞാൻ ഇവിടം വിട്ട് പോവുകയാണ്. നീ എന്നെ അന്വേഷിച്ചു വരരുത്. നീ കണ്ടെത്തിയ ജീവിതം അത് നീ തന്നെ ജീവിച്ചു തീർക്കുക. അവസാനമായി ഒരിക്കൽ കൂടി എൻ്റെ മോളോട് അസ്സലാമു അലൈക്കും. ഷാഫിയുടെ കൈകളിൽ കിടന്ന് ആ പേപ്പർ തുണ്ട് വിറച്ചു. താൻ കാരണം ഉമ്മയും മകളും തമ്മിലുള്ള ബന്ധം ഇല്ലാതായിരിക്കുന്നു. അവൻ ദയനീയമായി ഷഹനായിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ പതിയെ ആ കടലാസ് കഷ്ണം അവനോട് വാങ്ങിയെടുത്തു. ഓരോ വരികളും അവളുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരുന്നു. ഹൃദയം വിതുമ്പി. ഉമ്മ. ആ വിളിയിൽ അവളുടെ വേദനയുടെ ആഴം മുഴുവനുമുണ്ടായിരുന്നു. അവൾ ബോധമറ്റ് നിലത്തേക്ക് വീണു. ഷാഹി. ഷാഫി അവളെ എടുത്ത് കട്ടിലിലേക്ക് കിടത്തി. എന്തു പറ്റി? ജാനു ചേച്ചി ഓടി വന്നു. ഷാഫി എത്രയും പെട്ടെന്ന് ഹാജിയാരുടെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അവന് അവിടെയുള്ള ഡോക്ടർ ജാബിറിനെ ലൈനിൽ കിട്ടി. ഷാഫി കാര്യം പറഞ്ഞതും ജാബിർ ആലോചിച്ചു. ഷാഫി, തൽക്കാലം നീ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ വലിയ പ്രശ്നമാണ്. ഞാൻ അവളെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് വീട്ടിലേക്ക് വരാം. കുറച്ച് സമയം കൊണ്ട് തന്നെ ഡോക്ടർ ഷാഹിയുടെ വീട്ടിലെത്തി. ജാബിർ വന്ന് ഷഹനായിയെ പരിശോധിച്ചു. ഏയ്, പേടിക്കാനൊന്നുമില്ല. ടെൻഷൻ കൂടിയപ്പോൾ പറ്റിയതാ. ഡോക്ടർ അവളെ പരിശോധിച്ച ശേഷം ഷാഫിയെ നോക്കി. ചെറിയ പ്രോബ്ലം ഒന്നും അല്ലല്ലോ ഉണ്ടായത്. പേടിക്കേണ്ട, സാവധാനം എല്ലാം ശരിയാവും. ഡോക്ടർ മരുന്ന് നൽകി പോവാനിറങ്ങി. ഷാഫി, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ നിന്നോട് ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അയാൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നീ ഏതായാലും ചെറിയ പ്രശ്നത്തിലൊന്നും അല്ല പെട്ടിരിക്കുന്നത്. ഹാജിയാരുടെ ഹോസ്പിറ്റലും ജ്വല്ലറിയും മരമില്ലും സ്കൂളും അങ്ങനെ തുടങ്ങി മുഴുവൻ സ്ഥാപനത്തിലേക്കും നിന്നെ കയറ്റരുതെന്നാ ഹാജിയാർ പറഞ്ഞിരിക്കുന്നത്. നീ ഇവളെ ഉപേക്ഷിച്ച് ചെന്നാലല്ലാതെ എവിടെ നിനക്കൊരു സ്ഥാനം ഉണ്ടാവില്ലടാ. ഞാനിത് സുൽഫിയും കാസിംകായൊക്കെ പറയണത് നേരിട്ട് കേട്ടു. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും ഷാഫി കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി. ഞാൻ ഇറങ്ങട്ടെടാ. എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ജാബിർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അയാൾ പോയതും ഷാഫി ദൂരത്തേക്ക് മിഴികൾ നട്ട് ഏറെ നേരം നിന്നു. സ്നേഹനിധിയായ തൻ്റെ ഉപ്പാനെ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ഇത്രത്തോളം ക്രൂരമായി ചിന്തിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടില്ല. സാരമില്ല, സാവകാശം ബാപ്പയും ഇക്കാക്കമാരും തന്നോട് പൊറുക്കും. അവൻ കട്ടിലിൽ കിടക്കുന്ന ഷഹനായിയെ നോക്കി. പാവം പെണ്ണ്, ചെറുപ്പത്തിലെ ഉപ്പ നഷ്ടപ്പെട്ടവളാണ്. ഇന്നിതാ താൻ കാരണം ഉമ്മയും പോയിരിക്കുന്നു. അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. തനിക്കൊരബദ്ധം പറ്റിയതാണെന്നാണ് ഷാഹി കരുതിയിരിക്കുന്നത്. എന്നിട്ട് പോലും അവൾക്ക് തന്നോട് ദേഷ്യമുണ്ട്. എന്നാൽ ഈ കാണിച്ചു കൂട്ടിയതെല്ലാം താനും ആപ്തുവും മനഃപൂർവ്വം മെനഞ്ഞുണ്ടാക്കിയ ഒരു നാടകമായിരുന്നു എന്നവൾ അറിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? അല്ലാ, നീ പുറത്തു തരണേ. അവൻ കൈകൾ മുകളിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ഇല്ല, ഇതൊരിക്കലും ഷഹനായി അറിയാൻ പാടില്ല. അവളോട് ഈ കാര്യം മറച്ചു വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഹാജിയാരുടെ വീട് വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നു. ആയിഷുമ്മാക്ക് തീരെ വയ്യ. അവർ ഷാഫിയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു.
ഷാഫിയുടെ ഇക്കാക്കയായ കാസിം ഉമ്മാക്കടുത്തേക്ക് ചെന്നു. മോനെ, നീ ചെന്നവനെ കൂട്ടിയിട്ട് വാ, എനിക്കെൻ്റെ മോനെ കാണണം. ആ ഉമ്മ വിതുമ്പി കരഞ്ഞു. എൻ്റെ കുട്ടീനെ നിങ്ങളെല്ലാവരോടി ഒഴിവാക്കിയോടാ, അവൻ എന്താ ഇങ്ങോട്ട് വരാത്തത്? ആ ഉമ്മാൻ്റെ വാക്കുകൾ ഗദ്ഗതത്തിൽ അലിഞ്ഞു ചേർന്നു. കാസിം ദേഷ്യത്തോടെ മുഖം തിരിച്ചു. നിങ്ങൾ മിണ്ടാതിരിക്കുമ്മാ, എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഓനക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലല്ലോ. അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കാസിമിൻ്റെ ഭാര്യ ഹാജറ അയാൾക്കൊപ്പം ചെന്നു. ഇക്ക, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഷാഹി നല്ല കുട്ടിയാ. ഷാഫിക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്ക്. നിങ്ങൾ ഉമ്മാനെ കണ്ടില്ലേ? ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഉമ്മ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. നിർത്തടി! ഒരൊറ്റ ആട്ടായിരുന്നു കാസിം. ഹാജറ അല്പം പുറകിലോട്ട് നീങ്ങി നിന്നു. അവൾക്കറിയാം, ഭർത്താവ് ഒരിക്കലും താൻ പറയുന്നത് അനുസരിക്കില്ല. കാസിമിൻ്റെ സുഹൃത്തായ ഒരു ബിസിനസ്സുകാരൻ്റെ മകളുമായി ഷാഫിയുടെ വിവാഹം നടത്താൻ എല്ലാവരും കൂടി ആഗ്രഹിച്ചതാണ്. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള ഒരു വലിയ കാര്യമാണ് നടക്കാതെ പോയിരിക്കുന്നത്. ആ ദേഷ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഹാജിയാരുടെ മനസ്സിലും ചിന്തകളുടെ വേലിയേറ്റമായിരുന്നു. മറ്റു മക്കളെപ്പോലെയായിരുന്നില്ല ഷാഫി. അവൻ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഇക്കാക്കമാരുടെയും എല്ലാ ആഗ്രഹങ്ങളും അനുസരിക്കുന്നവനായിരുന്നു. മറ്റ് 4 ആൺമക്കളും ബാപ്പാൻ്റെ ബിസിനസ്സുകളും സംരംഭങ്ങളും നോക്കി ബിസിനസ്സിലേക്ക് തന്നെ തിരിഞ്ഞു. കുടുംബത്തിൽ ഒരു ഡോക്ടർ വേണമെന്നുള്ള ഹാജിയാരുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഷാഫിയാണ് സമ്മതിച്ചത്. അവൻ പഠിക്കാൻ നല്ല താല്പര്യമായിരുന്നു. പഠിച്ച് ഡോക്ടറായി ബാപ്പാൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് കയറണം എന്നായിരുന്നു അവൻ്റെ ലക്ഷ്യവും ആഗ്രഹവും. അവൻ്റെ ആ ലക്ഷ്യത്തിലൂടെ അവനെ വറുതിയിലാക്കാം. അങ്ങനെയാണ് ഹാജിയാർ കണക്ക് കൂട്ടിയത്. താൻ അവനെ പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്നവന് തോന്നിയാൽ അവൻ ഒരിക്കലും പഠനം പൂർത്തിയാക്കി ഒരു ഡോക്ടറാവാൻ കഴിയില്ല. അപ്പോൾ എല്ലാം തീർന്നെന്ന് മനസ്സിലാക്കി ഷാഫി തൻ്റെ അരികിലേക്ക് ഷഹനായിയെ ഉപേക്ഷിച്ച് തിരിച്ചു വരും. ഹാജിയാർ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു. അയാൾ ഉടനെ തന്നെ ഷാഫി പഠിക്കുന്ന കോളേജിലേക്ക് വിളിച്ച് കാര്യം പറയാൻ സുൽഫിയെ ഏൽപ്പിച്ചു. ബാപ്പാ, അവരോട് നമ്മൾ എന്താ പറയുക? സുൽഫിക്ക് ഒന്നും മനസ്സിലായില്ല. നീ അവരോട് കാര്യം പറ. ഇനി മുന്നോട്ട് ഷാഫിയുടെ പഠനത്തിനാവശ്യമായ 1 രൂപ പോലും മാളിയേക്കലൊന്ന് കിട്ടത്തില്ല. ഓൻ്റെ ബാപ്പ ഓനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു എന്ന് അവരോട് പറ. ഹാജിയാർ പറഞ്ഞതനുസരിച്ച് സുൽഫി ഷാഫിയുടെ കോളേജിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. ഷാഫിയെ എല്ലാ രീതിയിലും ഒഴിവാക്കുവാനും തളർത്തിക്കളയുവാനും അതിലൂടെ അവനെ തിരികെ മാളിയേക്കൽ തറവാട്ടിലേക്ക് തന്നെ കൊണ്ടുവരാനുമാണ് ഹാജിയാരും കുടുംബവും ശ്രമിച്ചത്. കോളേജ് അധികാരികൾ വിവരമറിഞ്ഞു. അവർ ഷാഫിയെ വിളിച്ചു. ഹാജിയാർ നീയുമായിട്ടുള്ള ഇടപാടെല്ലാം നിർത്തിയെന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ഫീസും കാര്യമൊക്കെ നീ എവിടുന്നെടുത്ത് തരും? മാനേജറുടെ ചോദ്യം കേട്ട ഷാഫിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നോട്ട് തൻ്റെ പഠനം പാതി വഴിയിൽ നിലയ്ക്കാൻ പോവുകയാണെന്ന് ഷാഫിക്ക് മനസ്സിലായി. ചെറുപ്പം മുതലേ താൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അവ രണ്ടും, പഠനവും തൻ്റെ ഷഹനായിയും. രണ്ടിൽ ഏതിനാണ് താൻ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന ചിന്തയിലായിരുന്നു ഷാഫി. ഷാഫിയുടെ ചിന്ത ഇനി ഏത് വഴിക്കാണ് നീങ്ങാൻ പോകുന്നത്? കാത്തിരുന്ന് കാണാം. ഷഹനായി. ഈ കഥയുടെ ഈ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.